നന്ദനെ കാണാൻ കോവിലകത്തെത്തിയ ഹരിപ്രസാദിനെ അപമാനിക്കുന്ന പ്രതാപവർമ്മയും കൂട്ടരും. ഉദയവർമ്മയുടെയും നന്ദനയുടെയും ജാതകപ്പൊരുത്തം നോക്കുന്ന ജ്യോത്സ്യൻ, നന്ദനയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന പ്രതിഭയും രഘുനാഥവർമ്മയും, നന്ദനയോട് അടുപ്പം കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രതിഭയുടെ ശ്രമം, ഹരിപ്രസാദിനെ ഫോണിൽ വിളിക്കുന്ന നന്ദന. ഇനി തുടർന്ന് കാണുക. എന്നാൽ ആ പാർട്ടികൾക്ക് ഇത്രയ്ക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാവാൻ കാരണം എന്താ? അതെനിക്ക് മനസ്സിലാവാത്തത്. കാരണമുണ്ട്. പറയ്. അവരെന്റെ കല്യാണം നടത്താൻ പോവാ. കല്യാണോ? അത് തമാശയാണല്ലോ. തമാശയല്ല, കൊണ്ടുപിടിച്ച നീക്കങ്ങളാ നടക്കുന്നത്. പെണ്ണ് കാണല് കഴിഞ്ഞു. ആളാരാ? ഉദയവർമ്മ, അശ്വിന്റെ അച്ഛന്റെ ബന്ധുവാ. എന്ത് ചെയ്യാ? നാടകമോ എന്തൊക്കെയോ പരിപാടികളാ. എന്റെ 2 ഇരട്ടി പ്രായമുണ്ട്. അതാണ് പ്രശ്നം. പ്രായം ഒക്കെ ആയിരുന്നെങ്കിൽ തനിക്ക് കുഴപ്പമില്ലായിരുന്നോ? ഹരിയേട്ടാ, നേരം പോക്ക് പറയാൻ പറ്റിയ കാര്യമല്ല. ഞാനിവിടെ ആകെ പ്രശ്നത്തിലിരിക്കുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടി എന്നെ കുരുതി കൊടുക്കും. മറ്റൊരാളായിട്ടുള്ള കല്യാണം അതെനിക്ക് ആലോചിക്കാൻ കൂടി ആവില്ല. ഇവിടെ നടക്കുന്നത് എന്തോ കെണിയൊരുക്കലായിട്ട് എനിക്ക് തോന്നുന്നത്. സത്യമായിട്ടും എനിക്ക് പേടിയുണ്ട്. എന്താ ഒന്നും പറയാത്തെ? നന്ദനം തൽക്കാലം കല്യാണത്തിനെതിരെ പറയണ്ട. എന്നുവെച്ചാ അനുകൂലമാണെന്ന ഭാവത്തിൽ നിൽക്കുക. അതെങ്ങനെ ശരിയാവുക? ചത്താലും എനിക്കതിന് കഴിയില്ലെന്ന് ഹരിയേട്ടനറിയില്ലേ? പറയുന്ന മനസ്സിലാക്കുന്ന നന്ദന. അവര് കെണിയൊരുക്കുകയാണെന്ന് താൻ തന്നെ സംശയിക്കുന്നില്ലേ? കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തന്ത്രം പ്രയോഗിക്കണം. വെറുതെ ഒപ്പോസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം താനിപ്പോൾ അവരുടെ കസ്റ്റഡിയില്ല. ചുമ്മാതെ ചാടിപ്പോരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ പുറമെ എതിർപ്പ് കാണിക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? നോക്കാം എവിടെ വരെ പോകുമെന്ന്. തക്ക സമയമാകുമ്പോൾ ഞാൻ എത്തിയിരിക്കും. അവിടുത്തെ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് അറിയിച്ചാൽ മതി. ഇതുപോലെ വിളിക്കാൻ പറ്റുമല്ലോ. ചാടിക്കേറി അവരെന്തായാലും കല്യാണം നടത്തില്ല. അതിന് അതിൻ്റെതായ സാവകാശം വേണ്ടേ? അപ്പോഴേക്കും ഞാനൊരു വഴി കണ്ടെത്താം. നമുക്കൊരുമിക്കാനുള്ള വഴി. അങ്ങനെ ഏതെങ്കിലും ഉദയവർമ്മ നന്ദനെ റാഞ്ചിക്കൊണ്ട് പോവില്ല. താൻ എന്റെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ്. താൻ ധൈര്യമായിട്ടിരിക്കെ. ഈ ഫോണിലേക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ശരിയാവില്ല. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അമ്മായിയെ സോപ്പിട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഇങ്ങനെ മൂളാതെ എന്തെങ്കിലും ഒന്ന് പറയടൂ. ആ ശബ്ദം ഒന്ന് കേക്കട്ടെ. ഞാൻ വിളിക്കാം ഹരിയേട്ടാ. ഇപ്പൊ എനിക്കെന്തോ ഒരു സമാധാനം തോന്നുന്നുണ്ട്. ഒക്കെ ശരിയോ? താൻ വിഷമിക്കണ്ട. അപ്പൊ ശരി. അമ്മായി, ആ ഫോൺ. ഞാൻ കുറെ സമയം എടുത്തെന്ന് തോന്നുന്നു. നമ്മൾ ഒരാളെ വിളിക്കുന്നതിനാ എന്തെങ്കിലും സംസാരിക്കാനല്ലേ? അതിനൊക്കെ സമയം നോക്കാൻ പറ്റൂ. അല്ലെങ്കിലും 5-10 രൂപയ്ക്ക് ലുപ്തി കാണിക്കുന്ന ആളല്ല ഞാൻ.
അതും നന്ദനയോട്. എപ്പോ വേണമെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട, ഞാൻ ഫോൺ തരാം. ശരി, മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലട്ടെ. ചെല്ല്, ഞാനിപ്പോ നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. എന്നാലും നന്ദന ചെല്ല്, അമ്മ നോക്കി കിടക്കുമായിരിക്കും. രഘുവേട്ടാ, രഘുവേട്ടാ, എന്താ? അവളിപ്പോ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. ആരെ? എന്തായാലും വിദ്യയെടുത്തിയല്ല, ഇത് വേറെ നമ്പറാ. എങ്കിൽ മറ്റവനെ ആയിരിക്കും. സംശയം എന്താ? കൊറേ കിന്നരിച്ചിട്ടാ ഫോൺ തന്നത്. നോക്കട്ടെ. റെക്കോർഡായിട്ടുണ്ട്. എന്താ പറഞ്ഞു നോക്കാം. നോക്കാം. അതിനുമുമ്പ് ഇത് പ്രതാപേട്ടനൊന്ന് അയച്ചു കൊടുക്കട്ടെ. അതെങ്ങനെയാ? വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാം. എന്താപ്പാണെങ്കിലും ഒന്ന് വേഗം ആവട്ടെ, എന്നിട്ട് വേണം അവൾ എന്താ പറഞ്ഞെന്ന് കേൾക്കാൻ. എല്ലാരും കൂടെ എന്റെ വിവാഹം നടത്താൻ പോവാ. എന്തെങ്കിലും ചെയ്യണം. നന്ദന തൽക്കാലം കല്യാണത്തിന് എതിര് പറയണ്ട. അനുകൂലമാണെന്ന ഭാവത്തിൽ നിന്നാ മതി. തക്ക സമയമാകുമ്പോൾ ഞാൻ എത്തിയിരിക്കും. എന്തായാലും എന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല, അത് നീ ഉറപ്പിച്ചു. ഞാൻ അപ്പോഴേക്കും എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം. പോരെ? വിളക്ക് ഞാൻ തുടച്ചു നോക്കായിരുന്നല്ലോ അമ്മേ. ഇതൊക്കെ ഒരു ജോലിയാണോ കാർത്തികേ? നാളെ ആവട്ടെ, പൂജാമുറി ഒന്ന് അടിച്ചു വരി കഴുകിയിടണം. പൂജാമുറി മാത്രം പോരാ, വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണം. ഉദയേട്ടൻ അതിനൊക്കെ സമ്മതിക്കുമേ? അവനോട് ചോദിച്ച് അനുവാദം വാങ്ങാനൊന്നും നിൽക്കണ്ട. എന്തായാലും ആകെ ഒന്ന് മോടി പിടിപ്പിക്കണം. കല്യാണം നടക്കാൻ പോകുന്ന വീടല്ലേ, മനുഷ്യര് വന്ന് നോക്കുമ്പോ ഒരു ഭംഗിയും വെടുപ്പും ഒക്കെ വേണം. പൂമുഖവും മുൻവശത്തെ മുറികളും ഒന്ന് പെയിന്റ് ചെയ്താലും വേണ്ടില്ല. അല്ല, നിങ്ങളെന്താ ഒരഭിപ്രായം പറയാൻ നിൽക്കുന്നത്? എന്താ യതീന്ദ്ര? യതിയേട്ടൻ എന്നോടൊരു സംശയം ചോദിക്കായിരുന്നമ്മേ. സംശയോ? അതെന്താ? പ്രതാപേട്ടൻ കൊണ്ടുവന്ന ജോത്സ്യനല്ലേ ഉദയേട്ടന്റെ ആ കുട്ടിയുടെ ജാതകങ്ങൾ വെച്ച് പൊരുത്തം നോക്കിയത്? അതെ, നിങ്ങളും ഉണ്ടായിരുന്നല്ലോ. അല്ല, നമ്മളായിട്ട് വേറൊരു ജോത്സ്യനെ കൊണ്ട് ഒന്നുകൂടെ പൊരുത്തോണ്ടൊന്ന് നോക്കിക്കണ്ടേ? അതെന്തിനാ അമ്മേ? ഉദയേട്ടന്റെ ഭാവിയുടെ കാര്യമാണ്, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ. നീ എന്തായി പറയുന്നത്? കാര്യങ്ങൾ കണിശമായി അറിയാവുന്ന ആളെ തന്നെയാണ് പ്രതാപം കൊണ്ടുവന്നത്. ആ ജോത്സ്യൻ ഗണിച്ചു നോക്കി പറഞ്ഞത് അത്രയും സത്യമാ. എനിക്കത് ബോധ്യപ്പെട്ടു. രണ്ടാമത് പ്രശ്നം നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഉദയേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ. വേറെയും പ്രശ്നമുണ്ടമ്മേ. ഉദയേട്ടന് 40-45 വയസ്സുണ്ട്. അതൊരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ടാണല്ലോ തിരക്കിട്ട് അവന്റെ കല്യാണം നടത്താൻ പോകുന്നത്. ഭാഗ്യത്തിനൊരു ബന്ധം നമുക്ക് ഒത്തുകിട്ടുകയും ചെയ്തു. എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയതുകൊണ്ടായില്ലല്ലോ അമ്മേ. ആ കുട്ടിക്ക് ഉദയേട്ടനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയണ്ടേ? വേണം. അതിനെന്താ ഇപ്പൊ കുഴപ്പം? അച്ഛനാവാൻ പ്രായമുള്ള ഒരാളിന്റെ കൂടെ ഒരു പെൺകുട്ടി എങ്ങനെ ഭാര്യയായി ജീവിക്കും? അങ്ങനെ ജീവിക്കാൻ പ്രയാസമുണ്ടെന്ന് ആ കുട്ടി കാർത്തികയെ അറിയിച്ചു. അതല്ല, ഏതായാലും ഈ മധ്യവയസ്സിൽ ഉദയേട്ടനൊരു കൊച്ചുപെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ശരിയല്ല. ഉദയന്റെ പ്രായം എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. നന്ദനയ്ക്ക് കുറെ കൂടി പ്രായം ആവട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാനും പറ്റില്ല. നിങ്ങൾക്കറിയാലോ,
ഉദയനൊരു പെണ്ണ് കെട്ടി കാണാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുക ഞാൻ. അവന്റെ പുറകെ കുറെ അപേക്ഷിച്ച് നടന്നവളാ ഞാൻ. അന്നൊന്നും പിടിതരാത്തവൻ ഇപ്പൊ അടുത്തു വന്നിരിക്കുക. വേറൊന്നും ഞാൻ നോക്കുന്നില്ല. ഈ ബന്ധം നടത്തണം. പക്ഷെ അമ്മയെ ആ, യതീന്ദ്രൻ ഒരു കാര്യം ചെയ്യേ. പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ പെയിന്റ് പണിക്കാരെ ആരെങ്കിലും കണ്ടാ ഒന്ന് വിളിച്ചോണ്ട് പോവാ. അല്ലെങ്കിൽ വിവരം ചോദിച്ചറിഞ്ഞാലും മതി. ഞാൻ പറഞ്ഞില്ലേ, അമ്മ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. മൂത്ത മകന്റെ കല്യാണം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക. ആ കല്യാണം നടന്നാൽ തകരുന്നത് നമ്മുടെ പല സ്വപ്നങ്ങളുമാ. അവർക്കെങ്ങനെ ആദ്യം ഉണ്ടാവുന്നത് ആൺകുട്ടിയാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. ഈ കല്യാണം മുടക്കാൻ എന്താ ഒരു വഴി? താൻ ഫോൺ വാങ്ങി സംസാരിക്കുന്നോണ്ട് അമ്മായിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനങ്ങനെ ഫോണ് വാങ്ങാറില്ല. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. ഞാൻ നന്ദനയുടെ കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പറ ഹരിയേട്ടാ, നമ്മുടെ കാര്യം പിന്നെ എന്തെങ്കിലും ആലോചിച്ചോ? ഇത് എന്ത് ചോദ്യമാണ്? അത് മാത്രമാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തായി കാര്യങ്ങൾ? പിന്നെന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? പുറമേ ഒന്നും കാണാനില്ല. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം പറയാം. ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ? രജിസ്റ്റർ മാരേജ്. മനസ്സിലായില്ലേ? കോവിലകത്ത് തന്റെ കല്യാണൊരുക്കങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിരിക്കും. എന്റെ ഭാര്യയായി കഴിഞ്ഞതിന് ശേഷം നന്ദനെ കല്യാണം കഴിക്കാൻ ഉദയവർമ്മയ്ക്ക് പറ്റുമോ? പക്ഷേ അതെങ്ങനെ നടക്കും? കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ അനുഭവം മറന്നുപോയോ? ആലോചിച്ച് അതിനുള്ള വഴി കണ്ടെത്തണം നമ്മൾ. അത് 3C അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗമില്ല. നാളും പൊരുത്തമൊക്കെ നോക്കണമെന്നുണ്ടോ തനിക്ക്? ഒരിക്കൽ അതെല്ലാം നോക്കിയതല്ലേ. എങ്കിൽ ഇനി വേണ്ടത് വ്യക്തമായ പ്ലാനിംഗ് ആണ്. ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. നമുക്കൊന്ന് മീറ്റ് ചെയ്യണം. ഹരിയേട്ടൻ എന്തായി പറയുന്നേ? എങ്ങനെ തമ്മിൽ കാണാനാ? താനിങ്ങനെ ടെൻഷൻ ആവാതെ. എന്തായാലും അവിടെ നിന്ന് പുറത്തിയാടിയേ പറ്റൂ. അതിനുള്ളൊരു റിഹേഴ്സലൂടെ ആയിക്കോട്ടെ ആദ്യത്തെ കൂടിക്കാഴ്ച. എന്തു പറയുന്നു? ഞാൻ വരാം. എങ്കിൽ ലേറ്റ് ആക്കണ്ട. 9-ാം തീയതി ആയിക്കോട്ടെ, ഈ വരുന്ന ബുധനാഴ്ച. എവിടെ വെച്ചാ നമ്മൾ കാണുക? അതിപ്പോ ബസ് സ്റ്റാൻഡിനടുത്തൊരു കൃഷ്ണക്ഷേത്രമില്ലേ, അവിടെ എത്താം ഞാൻ. രാവിലെ ഒരു 11 മണിയോടെ. പിന്നെ എങ്ങോട്ടേലും മാറിയെന്ന് സംസാരിക്കാം. അപ്പോ കൃഷ്ണക്ഷേത്രത്തിനടുത്ത് ബുധനാഴ്ച രാവിലെ 11 മണിക്ക്. ബാക്കി തീരുമാനങ്ങൾ അവിടെ വെച്ച്. ശരി. നമ്മുടെ കല്യാണം രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ ഇനി മാറ്റമില്ല. ഓക്കെ? ശരിയാ. എന്താ ഇന്ന് അധികം സംസാരിച്ചു തോന്നുന്നു. നീ ആ വാതിലും കൊണ്ട് ചാരിക്കും. താൻ ഫോൺ വാങ്ങി സംസാരിക്കുന്നുണ്ട് അമ്മായിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനങ്ങനെ ഫോൺ വാങ്ങാറില്ല. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. ഞാൻ നന്ദനയുടെ കോളിന് വേണ്ടി കാത്തിരിക്കായിരുന്നു. പറ ഹരിയേട്ടാ, നമ്മുടെ കാര്യം പിന്നെന്തെങ്കിലും ആലോചിച്ചോ? ഇതെന്ത് ചോദ്യമാടോ? അത് മാത്രമല്ല ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തായി കാര്യങ്ങള്? പിന്നെ വല്ല നീക്കം ഉണ്ടായോ? പുറമേ ഒന്നും കാണാനില്ല. ആ, അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം പറയാം. ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ? രജിസ്റ്റർ മാരേജ്. മനസ്സിലായില്ലേ? കോവിൽ
കോവിലകത്ത് തന്നെ കല്യാണൊരുക്കങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിരിക്കും. എന്റെ ഭാര്യയെ കഴിഞ്ഞതിന് ശേഷം നന്ദനെ കല്യാണം കഴിക്കാൻ ഉദയപുറമയ്ക്ക് പറ്റുമോ? പക്ഷേ അതെങ്ങനെ പറ്റും? കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ അനുഭവം മറന്നുപോയോ? ആലോചിച്ചതിനുള്ള വഴി കണ്ടെത്തണം നമ്മള്. അത്ര ഈസി അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗമില്ല. നാളെ പൊരുത്തോക്ക് നോക്കണമെന്നുണ്ടോ എനിക്ക്? ഒരിക്കലും എല്ലാം നോക്കിയതല്ലേ. എങ്കിൽ ഇനി വേണ്ടത് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ്. ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. നമുക്കൊന്ന് മീറ്റ് ചെയ്യണം. ഹരിയേട്ടൻ എന്തായി പറയുന്നേ? എങ്ങനെ തമ്മി കാണാനാ? താനിങ്ങനെ ടെൻഷൻ ആവാതെ എന്തായാലും അവിടുന്ന് പുറത്തിയാടിയേ പറ്റൂ. അതിനുള്ളൊരു റിഹേഴ്സലൂടെ ആയിക്കോട്ടെ ആദ്യത്തെ കൂടിക്കാഴ്ച. എന്ത് പറയുന്നു? ഞാൻ വരാം. എങ്കിൽ ലേറ്റ് ആക്കണ്ട. 9-ാം തീയതി ആയിക്കോട്ടെ, ഈ വരുന്ന ബുധനാഴ്ച. എവിടെ വെച്ചാ നമ്മളെ കാണാം? അതിപ്പോ ബസ് സ്റ്റാൻഡിനടുത്തൊരു കൃഷ്ണക്ഷേത്രം ഇല്ലേ, അവിടെ എത്താം ഞാൻ. രാവിലെ ഒരു 11 മണിയോടെ എത്താം. പിന്നെ എങ്ങോട്ടേലും മാറി നിന്ന് സംസാരിക്കാം. അപ്പോൾ കൃഷ്ണക്ഷേത്രത്തിനടുത്ത് ബുധനാഴ്ച രാവിലെ 11 മണിക്ക്. ബാക്കി തീരുമാനങ്ങൾ അവിടെ വെച്ച്. ശരി. നമ്മുടെ കല്യാണം രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ ഇനിയൊരു മാറ്റമില്ല. ഓക്കെ? കൊള്ളാലോ പദ്ധതി. നടക്കാത്ത പ്ലാനാണെന്ന് അവരറിയുന്നില്ലല്ലോ. രഘുവേട്ടൻ എന്ത് ചെയ്യാനാ പോകുന്നത്? പലതും ചെയ്യാനുണ്ട്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഉദയന്നൂരിന്ന്. ആ, രഘുനാഥൻ. അതിശയായിരിക്കുന്നല്ലോ. കേറി വാ. ഇരിക്കടോ. ഈ കൊല്ലത്തെ ചൂടാ ചൂട്. 10-ാമതയത്തിന് പോലും ഒരു മഴയും കിട്ടിയില്ല. ഇനി ഇടവപ്പാതി പ്രതീക്ഷ മതിയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും മനുഷ്യൻ ഉഷ്ണിച്ച് ചാവും. തെക്കോട്ടേക്ക് എങ്ങനെയാ രഘു? മഴയുണ്ടോ? ഇല്ല, ചൂട് ഇതിലും കൂടുതലാ. പകലൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ രാത്രിയിലത്തെ ചൂട് അസഹിക്കാൻ പറ്റാത്ത. അതെ അതെ. വിദ്യ അറിഞ്ഞില്ലേ രഘു വന്നൊന്നും? വിദ്യാഭാരതി. ആട്ടെ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്. വിധി അല്ലാതെന്ത് പറയാനാ? പിന്നെ ഇവിടെ ചെറിയൊരു വിശേഷമുണ്ട്. അശോകന് കുട്ടികളില്ലായിരുന്നല്ലോ. ഭാനുമതി ഗർഭിണിയാ. അതൊരു നല്ല വാർത്തയാണല്ലോ. എന്ന് പറയാറായിട്ടില്ല. എന്തോ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചികിത്സയില്ല. ഭാനുമതിയുടെ വീട്ടിനടുത്ത് നല്ലൊരു ഡോക്ടറുണ്ട്, ഗൈനക്കോളജിസ്റ്റ്. അതുകൊണ്ട് അയാളും ഭാര്യ ഇപ്പൊ അവിടെയാ. ആ, ദേ ഒരു വിരുന്നുകാരനുണ്ട്. അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് തോന്നി ഇവിടം വരെ ഒന്ന് വരണമെന്ന്. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നിനക്ക് അറിയായിരുന്നോ? പലയിടത്തും വണ്ടി നിർത്തി ചോദിച്ചു കാണുമല്ലോ. കളിയാക്കാതെടോ അയാളെ. കളിയാക്കിയതല്ല, പരിഭവമായിട്ട് തന്നെ പറഞ്ഞതാ. പെങ്ങളെ കല്യാണം കഴിച്ചയച്ച വീട്ടിലേക്ക് രഘു വരുന്നത് 2-ാമത്തെ തവണയോ 3-ാമത്തെ തവണയോ? ചേച്ചി അതിന് ഉദയനൂരായിരുന്നല്ലോ, അത് വിട്ടുപോയോ? വിദ്യക്കുള്ള മറുപടി കിട്ടിയല്ലോ. ബാക്കി വർത്തമാനം പിന്നെ. അയാൾക്കൊരു ചായ ഇട്ട് കൊടുക്കണോ? അയ്യോ, ഇപ്പൊ വേണ്ട. പ്രതാപേട്ടനെ കണ്ടില്ല. എവിടെയാ? എന്നെ കാണാനല്ല നീ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. മോളത്തെ മുറിയിലുണ്ട്, കയറി ചെന്നാ മതി. പോയി കണ്ടിട്ട് വാടോ. ഞാൻ നന്ദനയുടെ കോളിന് വേണ്ടി കാത്തിരിക്കായിരുന്നു. പറ ഹരിയേട്ടാ, നമ്മുടെ കാര്യം പിന്നെ എന്തെങ്കിലും ആലോചിച്ചോ? ഇതെന്ത് ചോദ്യോടോ? ആ, അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം പറയാം. ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. രജിസ്റ്റർ മാരേജ്. മനസ്സിലായില്ലേ? കോലോത്ത് തന്റെ കല്യാണാലോചന നടക്കുമ്പോഴേക്കും നമ്മുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിരിക്കണം. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഹരിപ്രസാദ് ആള് ചില്ലറക്കാരനല്ല പ്രതാപേട്ട. അവൻ ചില്ലറയോ ഹോൾസെയിലോ നടത്തിക്കോട്ടെ, നമ്മളെ അതിന്റെ അപ്പുറത്തെ വ്യാപാരം നടത്തുന്നു.
ചെക്കൻ്റെ പ്ലാനിംഗ് ഒക്കെ കൊള്ളാം. പക്ഷേ നന്ദനയുമായുള്ള അവൻ്റെ കൂടിക്കാഴ്ച നടക്കാൻ പാടില്ല. അന്നേ ദിവസം എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് അവൾ ഉദയന്നൂരിന് പുറത്തു കിടക്കാൻ നോക്കും. വിടരുത് അവളെ. ബലമായിട്ട് തടയുന്നത് അപകടമല്ലേ? എങ്ങനെയും അനുനയിപ്പിച്ച് അവളെ ഉദയനെ കൊണ്ട് കെട്ടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഉടക്കുണ്ടായി പെണ്ണ് കടകം തിരിഞ്ഞാ നമുക്കത് പണിയാവും. അത് ശരിയാ. ഹരിപ്രസാദിന്റെ പദ്ധതി നമ്മൾ അറിഞ്ഞുവെന്ന് അവൾക്ക് സംശയം ഉണ്ടാകാനേ പാടില്ല. ഇപ്പോ നന്ദനൊരു ന്യൂട്രലിൽ നിൽക്കാണ് താനും. ഒരു വഴിയുണ്ട് രഘുനാഥ. അവരുടെ മീറ്റിംഗ് നടക്കുന്ന ദിവസം നന്ദന ഇവിടെ ആയിരിക്കണം. എന്റെ ഈ വീട്ടില്. ഇവിടെയോ? അതെ, എന്റെ വീട്ടിൽ, എന്റെ കൺമുമ്പിൽ. അതെങ്ങനെ പറ്റും? എങ്ങനെയും പെണ്ണിനെ നീ ഇവിടെ എത്തിക്കണം. ഈ ഗേറ്റ് കിടന്നേ ഒരു ഹരിപ്രസാദും വരില്ല. പക്ഷെ നന്ദനെ വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതിന് നമ്മളൊരു നിമിത്തം ഉണ്ടാക്കണം. വിദ്യാഭാരതിയല്ലേ ഇവിടെയുള്ളത്? അവളുടെ സ്നേഹമായി ആയതല്ല. അന്നിവിടെ വിശേഷപ്പെട്ട എന്തെങ്കിലും ഒരു ചടങ്ങ് നടക്കും. ഇതുവരെ അങ്ങനെ ഒരു ചടങ്ങും ആലോചിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ സംഘടിപ്പിക്കുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടി നന്ദന വരുന്നു. എങ്ങനെയുണ്ട്? പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാ അവള് വിശ്വസിക്കൂ. അല്ലെങ്കിലും നമ്മൾ വിളിച്ച നന്ദന വരുമെന്ന് തോന്നുന്നുണ്ടോ? വിളിക്കുന്നത് നമ്മളല്ല രഘുനാഥ, വിദ്യാഭാരതിയ. വെറുതെ വിളിക്കല്ല, ക്ഷണിക്കുക. ഈ കോലോത്തെ ഒരു വിശേഷാൽ പരിപാടിക്ക് വേണ്ടി അമ്മ മകളെ ക്ഷണിക്കുന്നു. അതും ആ ദിവസം തന്നെ.